അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, 9ാം ക്ലാസ്സിലെ ഫിഖ്ഹ് 4ാമത്തെ പാഠം. റസൂൽ, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനോട് പിണങ്ങിയാൽ നല്ല രസമുണ്ടാവും, വെള്ള നിറച്ച് കിട്ടും തന്നെ. നസ്രിലു, ചേരുംപടി ചേർക്കുക. ഒന്ന്, അറബിയിലാവൽ ഖുതുബയുടെ ഷർത്താണ്. ഖുതുബക്ക് ശേഷമാവൽ ജുമുഅയുടെ ഷർത്താണ്. മിമ്പറിൽ വെച്ചാവൽ ഖുതുബയുടെ സുന്നത്താണ്. ഖുതുബയുടെ ഇടയിൽ തിരിഞ്ഞു നോക്കുക ഖുതുബയിൽ കറാഹത്താണ്. സലാം പറയൽ ഖതീബിന് മിമ്പറിൽ കയറിയ ശേഷം സുന്നത്താണ്. ഇനി ഉത്തരം പറയാം. നുജീബ് ഉത്തരം പറയാം. ജുമുഅ നിർബന്ധമാണ് ആർക്ക്? അടിമ, സ്ത്രീ, കുട്ടി, രോഗി എന്നീ 4 പേരൊഴിച്ച് ബാക്കിയുള്ള എല്ലാ മുസ്ലിമിനും ജുമുഅ ജമാഅത്തായി നിസ്കരിക്കൽ നിർബന്ധമാണ്. ജുമുഅ നിർബന്ധമാണ്. ജുമുഅ ജമാഅത്തായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. ജുമുഅ നിസ്കരിക്കൽ നിർബന്ധമാണ്. 2, യാത്രക്കാരന് ജുമുഅ നിർബന്ധമാകും എപ്പോൾ? യാത്രക്കാരൻ 4 ദിവസമോ അതിലധികമോ ഒരു സ്ഥലത്ത് താമസിക്കാൻ ഉദ്ദേശിച്ചാൽ. ജുമുഅ നിർബന്ധമുള്ളവർ ളുഹ്ർ നിസ്കരിച്ചാൽ സഹീഹാവുകയില്ല എപ്പോൾ? ജുമുഅ നിർബന്ധമുള്ളവൻ അതിൽ പങ്കെടുക്കാതെ ജുമുഅ നിസ്കരിക്കുന്ന ഇമാം സലാം വീട്ടുന്നതിന് മുമ്പായി ളുഹ്ർ നിസ്കരിച്ചാൽ. ജുമുഅ ഉള്ള നാട്ടില്, ജുമുഅ നടക്കുന്ന നാട്ടില് ആ ഇമാമിന്റെ ഖുതുബ ജുമുഅ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് ആരും നിസ്കരിച്ചാലും അവന്റെ നിസ്കാരം സഹിയാകൂല. ജുമുഅ നിർബന്ധമുള്ളവനാണ്. ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ജുമുഅ നിർബന്ധമല്ല, അവർക്ക് എപ്പോഴും ളുഹ്ർ നിസ്കരിക്കാം. ജുമുഅ നിർബന്ധമുള്ള ആളെ പറ്റിയാണ് പറഞ്ഞത്. ഒരു നാട്ടിൽ ഒന്നിലധികം ജുമുഅ ആവാം എപ്പോൾ? ഒരു സ്ഥലത്ത് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പ്രയാസമാവുക. ചെറിയ പള്ളിയാണ്, പരിസരത്ത് നിസ്കരിക്കാൻ പറ്റില്ല. അപ്പോ ജനങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാവുക. വ്യാധിയോ ശത്രുവിന്റെയോ ഭയമുണ്ടാവുക. പകർച്ചവ്യാധിയുടെയോ ശത്രുവിന്റെയോ ഭയമുണ്ടാവുക തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട്. ഇനി അടുത്ത ചോദ്യം. ആദ്യമായി ഖുതുബയും ജുമുഅയും നിർവഹിച്ചത് ആര്, എവിടെ വെച്ച്? അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു മദീനയിലെ നഖീഉൽ ഖുൽമാത്ത് എന്ന സ്ഥലത്ത് വെച്ച്. 6, ഖതീബ് സലാം പറയേണ്ട 3 സന്ദർഭങ്ങൾ. 1, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ. 2, മിമ്പറിനടുത്ത് എത്തുമ്പോൾ. 3, മിമ്പറിൽ കയറിയ ശേഷം. 7, ആദ്യമായി ഖുതുബ പരിഭാഷപ്പെടുത്തിയതാര്? 20ാം നൂറ്റാണ്ടിലെ തുർക്കി ഭരണാധികാരിയായിരുന്ന മുസ്തഫ കമാൽ ബാഷ. ആ ചങ്ങായിയാണ് ആദ്യ ഖുതുബ പരിഭാഷപ്പെടുത്തിയത്. 8, മസ്ജിദിൽ മിമ്പറിൽ എവിടെ സ്ഥാപിക്കണം? പള്ളിയിൽ മിമ്പർ എവിടെയാണ് ഉണ്ടാകേണ്ടത്? മിഹ്റാബിന്റെ വലത് വശത്തായിട്ടാണ് മിമ്പർ സ്ഥാപിക്കേണ്ടത്. തഖ്സീസ്, ഖുതുബയുടെ ഭാഷ എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കി നോക്കിയാലോ. അറബി ഭാഷയിൽ ആവൽ ജുമുഅ ഖുതുബയുടെ ഒരു പ്രധാന ഷർത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മുൻകഴിഞ്ഞ മുസ്ലിമീങ്ങളെല്ലാം അറബിയിൽ മാത്രമേ ഖുതുബ നിർവഹിച്ചിട്ടുള്ളൂ. പല അറബിയല്ലാത്ത നാടുകളിലും പ്രബോധനത്തിന് പോയ സ്വഹാബികളും താബിഈകളും
ഖുതുബ അറബിയിൽ മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ. അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതൽ ബിദ്അത്തും ഹറാമുമാണ്. ആദ്യമായി ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ ഓതിയത് 20-ാം നൂറ്റാണ്ടിലെ തുർക്കിയിലെ ഭരണാധികാരിയായിരുന്ന മുസ്തഫ കമാൽ പാഷയാണ്. ലോക മുസ്ലിം പണ്ഡിതന്മാർ ഇതിനെ ശക്തിയായി എതിർക്കുകയും ഇസ്ലാം വിരുദ്ധ ബിദ്അത്തായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ജുമുഅയുടെ മഹത്വം എന്ന വിഷയത്തിന് പ്രസംഗം തയ്യാറാക്കണം. പിന്നെ നിസ്കാരത്തിലെ കുറച്ച് ദിക്റുകൾ സമാഹരിക്കണം, എന്നിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കണം. നോക്കാണി ഒരു പ്രസംഗം നോക്കിയാൽ നമുക്ക്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ആഴ്ചയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ജുമുഅ. ഈ ദിവസം വിശ്വാസികൾ ഒത്തുചേർന്ന് ജുമുഅ നിസ്കരിക്കുന്നത് വളരെ പുണ്യകരമാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസത്തിന് വലിയ സ്ഥാനമാണ് നൽകിയിരുന്നത്. കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് പള്ളിയിലേക്ക് നേരത്തെ എത്തുക, ഖുതുബ ശ്രദ്ധാപൂർവം കേൾക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. ഈ പുണ്യദിനത്തിൽ പരമാവധി ദുആ ചെയ്യാനും അള്ളാഹുവിനെ സ്മരിക്കാനും നമുക്ക് ശ്രമിക്കാം. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. ആമീൻ. ഈ നിസ്കാരത്തിലെ ചില ദിക്റുകളൊക്കെ നമുക്ക് അറിയും, എന്നാലും പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞ നമ്മൾ ഓർമ്മിക്കാൻ നല്ലതാണ്. നിസ്കാരത്തിലെ ചില ദിക്റുകൾ, റുകൂഇലെ ദിക്ർ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി, ഇഅ്തിദാലിലെ ദിക്ർ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ-അർളി വമിൽ മാ ശിഅ്ത മിൻ ശൈഇൻ ബഅദു, സുജൂദിലെ ദിക്ർ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, രണ്ട് സുജൂദുകൾക്കിടയിലെ ഇരുത്തത്തിൽ റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർസുഖ്നി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി, പടച്ച റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാഹ്. നിങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് ആരോഗ്യവും ആഫിയത്തും നിന്റെ ഇഷ്ടത്തിലായി എത്തിക്കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് പരിപൂർണ്ണ മഗ്ഫിറത്തും മർഹമത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ നല്ല ബുദ്ധിയും തൗഫീഖും എത്തിത്തരണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.